കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ ഇവിടെ ആരാധനയ്ക്ക് നേതൃത്വം വഹിക്കുന്ന കർത്താവിൽ വിലയേറിയ ദൈവദാസൻ പാസ്റ്റർ ടി എൻ കോശി, പാസ്റ്റർ ജോബിൻ ജോസഫ്, എനിക്ക് മുമ്പ് ദൈവവചനം ശുശ്രൂഷിച്ച കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ ജെ അലക്സാണ്ടർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഒരു പ്രാവശ്യം അമേരിക്കയിലേക്ക് പോയപ്പോൾ അയർലൻഡ് ടച്ച് ചെയ്താണ് ഫ്ലൈറ്റ് പോയത്. അയർലൻഡിൽ ഇറങ്ങി, അവിടെ ഇറങ്ങി ഒന്ന് കയറണം, അത്രയേ ഉള്ളൂ, സെയിം ഫ്ലൈറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു സെക്യൂരിറ്റി ചെക്കപ്പിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ, ആ എയർപോർട്ടിലൊരു സ്റ്റാഫ് എന്നെയും ജെസ്സിയെയും കൂടെ സ്വീകരിച്ചുകൊണ്ടെന്ന് കസേരയിലിരുത്തി ഞങ്ങൾക്ക് ഓരോ ബ്രേക്ക്ഫാസ്റ്റ് പാക്കറ്റ് കൊണ്ടുവന്നു, ഓരോ കുപ്പി വെള്ളവും ഞങ്ങൾക്ക് മറ്റാർക്കും കിട്ടിയില്ല, ഞങ്ങൾക്ക് ഇത് സ്പെഷ്യലായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. ഞങ്ങളത് കഴിച്ചവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്കപ്പിന് അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് എല്ലാം നടത്തി. സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞ് ഫ്ലൈറ്റിലോട്ട് കയറുന്നതിന് മുമ്പ് ഇദ്ദേഹം എൻ്റെ അടുക്കൽ വന്നേച്ച് പറഞ്ഞു, സാർ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, സാർ എന്നെ പഠിപ്പിച്ചതാണ്. അപ്പോൾ അയർലൻഡിലും എയർപോർട്ടിൽ ഞങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് അവനെ ദൈവം ഒരുക്കി വെച്ചിരുന്നു. സ്തോത്രം. അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ അധ്യാപകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയെ ഒരു പ്രാവശ്യം കൂടെ ആവശ്യപ്പെടുന്നു. ദൈവമക്കളിൽ ഞങ്ങളെ ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ അവിടെ അമേരിക്കയിൽ പല മീറ്റിങ്ങുകളും ഞാൻ ചെല്ലുന്നു എന്നറിഞ്ഞ് ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ആ പ്രദേശത്തും ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്തോത്രം. ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കും. അപ്പം അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവശബ്ദം കേട്ടാൽ, ഇന്ന് വിടുതലാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നാളെയല്ല, അവൻ ഇന്ന് പകൽ, ഇന്നത്തെ ദിവസവും നിന്റെ ജീവിതത്തിൽ അവൻ വിടുതൽ പകരുന്നവനാ. അതിനുള്ള ബന്ധത്തിൽ ചില വാക്യങ്ങൾ വായിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന 12:15 മണിക്കും ഉള്ളിൽ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം വായിക്കാം. 2-ാം വാക്യം. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. എങ്ങനെയാ? പെട്ടെന്ന് സഡൻലി, ക്വിക്ക്ലി, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. എന്തിനു വേണ്ടിയാ? ആർക്കു വേണ്ടിയാ? ചില സഹോദരിമാർ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ യേശുവിൻ്റെ കല്ലറയ്ക്കലേക്ക് യാത്ര തിരിച്ചു. അവർ സ്വരുക്കൂട്ടിയ സുഗന്ധവർഗവുമായി കല്ലറയ്ക്കലേക്ക് യാത്ര തിരിച്ച ഈ സഹോദരിമാർ കല്ലറ എത്താറായപ്പോൾ അവരവിടെ നിന്നു. ഒരു ബ്രേക്ക് പിടിച്ചവിടെ നിന്നേച്ച് ഇവർ തമ്മിൽ മുഖത്തോട് മുഖം നോക്കിയേച്ച് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഇറങ്ങിത്തിരിച്ചതൊക്കെ നല്ല കാര്യമാണ്, യേശുവിൻ്റെ ശരീരത്തിൽ ഇടേണ്ടതിന് സുഗന്ധവർഗം നമ്മൾ ഒരുക്കിയത് നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ മുൻപിൽ ഒരു ഒബ്സ്റ്റക്കിൾ, ഒരു തടസ്സം. എന്നതാ തടസ്സം? നമുക്ക് കല്ലറയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം ഒരു വലിയ കല്ല് ആ കല്ലറവാതിക്കൽ ഉരുട്ടി വെച്ചിരിക്കുക. ഇവർ തമ്മിൽ പറഞ്ഞു, who will roll that stone for us? ആർ നമുക്ക് വേണ്ടി ആ കല്ല് ഉരുട്ടി മാറ്റും?
ഇങ്ങനെ അവർ പറഞ്ഞതേയുള്ളൂ. പെട്ടെന്ന് ഒരു ദൂതൻ സ്വർഗത്തിൽ നിറങ്ങി. ദൈവത്തിന്റെ പൈതലെ, നിന്നെ വിടുവിക്കുവാൻ, നിന്റെ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാൻ, നിനക്ക് സൗഖ്യം തരുവാൻ, നിനക്ക് ആശ്വാസം പകരുവാൻ, നിനക്ക് വേണ്ടി കരുതുവാൻ, നിനക്ക് വേണ്ടി വിസ ഒരുക്കുവാൻ, നിനക്ക് യാത്ര ഒരുക്കുവാൻ, ആരോഗ്യം നൽകുവാൻ, ഇതാ പെട്ടെന്ന് പെട്ടെന്ന് ദൈവം തമ്പുരാൻ ദൂതനെ ഇറക്കുന്നവനാ. എത്ര പേർ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കും? ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കാൽമുട്ടിന് താഴ്വശത്തായി ശ്രദ്ധിക്കണം, വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വം ഇതിന്റെ നടുവിലുണ്ട്. എന്റെ കർത്താവ് ഇന്ന് നിനക്ക് സൗഖ്യം പകരുന്ന കർത്താവാണ്. വിശ്വാസത്തോടെ നമുക്കത് ഏറ്റുവാങ്ങാം. അത് യേശുവേ, ഇന്നത്തെ ദിവസം എനിക്കുള്ള ദിവസമാണ്. ഈ സഹോദരിമാര് ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് പറഞ്ഞതും കർത്താവിൻ്റെ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ദൂതനെ ഇറക്കേണ്ട സ്ഥാനത്ത് ദൈവം തമ്പുരാൻ ദൂതനെ ഇറക്കും. നമ്മുടെ വിഷയങ്ങളുടെ മേൽ ദൂതൻ ഇറങ്ങി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം തമ്പുരാൻ ദൂതനെ തന്നെ ഇറക്കും. എന്നാൽ ദൈവം നേരിട്ടിറങ്ങി വരുന്ന സംഭവമുണ്ട്. ദൂതനെ അയച്ചാൽ കാര്യം നടക്കത്തില്ല എന്ന് കണ്ട ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്ന സംഭവമുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഇവിടെ ഈ സഹോദരിമാരെ കല്ലറയ്ക്കലെത്തിയപ്പോൾ കല്ലറവാതിൽ ഉരുണ്ട് മാറിയിരിക്കുന്നു. ഒരിക്കലും ആർക്കും തൊടാൻ കഴിയാതെ വണ്ണം റോമൻ ഗവൺമെന്റിന്റെ മുദ്രയിട്ട ആ കല്ല് ഉരുട്ടി മാറ്റുവാൻ നമ്മുടെ ദൈവം ശക്തനാ. ലോകം പറയും ഇല്ല, നിനക്ക് കിട്ടത്തില്ല, നിന്റെ മുമ്പിൽ വാതിൽ തുറക്കത്തില്ല, നിനക്ക് വേണ്ടി വഴി തുറക്കപ്പെടത്തില്ല, നിനക്ക് യാത്ര ഒരുങ്ങത്തില്ല, നിന്റെ തലമുറയ്ക്ക് വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉയർച്ച ഉണ്ടാകത്തില്ല, ഔദ്യോഗിക വാതിലുകൾ, ഔദ്യോഗിക മണ്ഡലങ്ങൾ തുറക്കപ്പെടത്തില്ല എന്ന് ശത്രു വാദിക്കുമ്പോൾ ഇല്ലില്ല, ഇല്ലില്ല, നമ്മുടെ ദൈവം അത് തുറക്കുന്നവനാ. ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ എത്ര പേർ ഏറ്റെടുക്കും? ഈ ആഴ്ചയിൽ ചിലർക്ക് ഗുഡ് ന്യൂസ് കേൾക്കാൻ പോകുകയാ. ദൈവം വഴി തുറന്നത്, ദൈവം പാത ഒരുക്കിയത്, തടസ്സങ്ങളെ ദൈവം മാറ്റിയത്, ദൈവം നിനക്ക് കേൾക്കത്തക്കവണ്ണം, അനുഭവിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് ശക്തിയായി ഇടപെടുകയാ. അപ്പൊ ദൂതനെ ഇറക്കേണ്ട സ്ഥാനത്ത് ദൈവം ദൂതനെ ഇറക്കും. എന്നാൽ ദൈവം നേരിട്ട് ഇറങ്ങി പ്രവർത്തിച്ച സംഭവമുണ്ട്. ദൂതനെ ഇറക്കിയില്ല. നേരിട്ടിറങ്ങി വരേണ്ട സ്ഥാനത്ത് ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വരും. നമുക്ക് വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ഉടനെ അവൻ തന്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു. ഗിലെയാദ് പർവ്വതത്തിൽ അവനോടൊപ്പം എത്തി. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന് അവനോട് മതി സമയമില്ലാത്തോണ്ട് വായിപ്പിക്കുന്നില്ല അധികം. യാക്കോബ് നീണ്ട 20 വർഷങ്ങൾ ലാബാന്റെ ഭവനത്തിൽ കഴിച്ചുകൂട്ടി. ഭാര്യമാർക്ക് വേണ്ടി, ആടുമാടുകൾക്ക് വേണ്ടി സേവ ചെയ്ത യാക്കോബ് ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു, ഇനി എൻ്റെ ഭവനത്തിനു വേണ്ടി ഞാൻ എപ്പോൾ കരുതും. അങ്ങനെ യാക്കോബ്
ലാബാനോട് പറയാതെ അവൻ ആ വീട് വിട്ട് ഇറങ്ങി. തനിക്കുള്ള നന്മകളുമായി, ശ്രദ്ധിക്കുക, അന്യായമായതൊന്നും യാക്കോബ് എടുത്തില്ല. യാക്കോബിന്റെ കൈവശം അന്യായമായതൊന്നുമില്ല. അവൻ തനിക്കർഹതപ്പെട്ടത്, ഭാര്യമാര്, മക്കള്, ദാസീദാസന്മാര്, സമ്പത്ത്, ഇതുമായിട്ട് യാക്കോബ് ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ അന്യായമായത് എടുത്ത ഒരു വ്യക്തി ഉണ്ട് ഇവരുടെ കൂട്ടത്തിൽ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. തനിക്കുള്ളതുമായി ഇറങ്ങിത്തിരിച്ച യാക്കോബ് ഗിലെയാദ് മലഞ്ചരിവിൽ എത്തിയപ്പോൾ ലാബാൻ ഈ യാക്കോബിനെയും അവനുള്ള നന്മകളെയും തിരികെ പിടിച്ചു കെട്ടി മടക്കിക്കൊണ്ടുവരാൻ യാത്ര പുറപ്പെട്ട് ഗിലെയാദ് മലഞ്ചരിവിൽ ലാബാനും എത്തി. ദാണ്ട കിടക്കുന്നു, പാളയം അടിച്ച് കിടക്കുക, ആടുമാടുകളും ഒക്കെ ആയിട്ട് പാളയം അടിച്ച് കിടക്കുക. എവിടെ പോകാനാ? നാളെ നേരം വെളുക്കുമ്പോൾ അവനും അവൻ്റെ സമ്പത്ത് മുഴുവനും നമ്മുടെ കസ്റ്റഡിയിൽ തിരികെ കിട്ടും. ഇങ്ങനെ വ്യാമോഹിച്ച് ഈ ലാബാൻ തൻ്റെ കൂടാരത്തിൽ ഉറങ്ങാൻ കയറി. ശ്രദ്ധിക്കണേ, യാക്കോബ് ഇതൊന്നും അറിയുന്നേ ഇല്ല. യാക്കോബ് അവിടെ പ്രാർത്ഥനയും കുടുംബപ്രാർത്ഥനയൊക്കെ നടത്തി അവൻ ആ കൂടാരത്തിൽ സുഖമായി കിടന്നുറങ്ങുക. പക്ഷേ യാക്കോബിന്റെ ദൈവം ഉറങ്ങാത്തവനാ. നീ ഉറങ്ങിയാലും നിന്റെ ദൈവം ഉറങ്ങാത്തവനാ. ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ ഉറങ്ങുകയില്ല, അവൻ മയങ്ങുകയില്ല. തന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പോ. സ്വത്രം ശ്രദ്ധിക്കൂ. ദൈവം തമ്പുരാൻ ഇങ്ങനെ ചിന്തിച്ചു, നാളെ ആകട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ യാക്കോബും സമ്പത്ത് മുഴുവനും ലാബാന്റെ കസ്റ്റഡിയിലാകും. ദൈവം തമ്പുരാൻ പ്രവർത്തിച്ചത് എപ്പോഴെന്നറിയോ? നമ്മൾ വായിച്ചില്ലേ? അന്ന് രാത്രി, ആ സെയിം ഡേ നൈറ്റ് ദൈവം തമ്പുരാൻ ലാബാന്റെ കൂടാരത്തിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്നത്. ദൂതനെ അയക്കേണ്ട സ്ഥാനത്ത് ദൈവം ദൂതനെ അയക്കും, എന്നാൽ നേരിട്ട് ഇറങ്ങി വരേണ്ട സ്ഥാനത്ത് ദൈവം തമ്പുരാൻ നേരിട്ട് തന്നെ അവൻ ഇറങ്ങി വരും. ലാബാന് പ്രത്യക്ഷപ്പെട്ട ലാബാനോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ പൊന്നു ലാബാന്, എന്റെ ദാസനായ യാക്കോബിന്റെ നേർക്ക് നീ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, പ്രിയ ദൈവത്തിന്റെ വൈതലേ, നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് സംസാരിപ്പാൻ നാം സേവിക്കുന്ന ദൈവം മതിയായവനാ. എന്തിനാ? നമ്മുടെ നന്മകളെ കവരാൻ വരുന്നവൻ. ശ്രദ്ധിക്കണേ, അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറക്കേണ്ടതിന് ദൈവം ഒരു ദൂതനെ അയച്ചതെങ്കിൽ നമ്മുടെ നന്മകളെ പിടിച്ചെടുക്കാൻ. എന്താ നന്മ? ആരോഗ്യം നമ്മുടെ നന്മയാ. സ്തോത്രം. സമ്പത്ത് നമ്മുടെ നന്മയാ. സ്തോത്രം. തലമുറയുടെ ജോലി നമ്മുടെ നന്മയാ. യാത്ര വിസ നമ്മുടെ നന്മയാ. വാഹനം നമ്മുടെ നന്മയാ. രോഗസൗഖ്യം നമ്മുടെ നന്മയാ. അക്ഷരമന അത് പിടിച്ചെടുക്കാൻ അത് തരത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന ലാബാന്യ ശക്തിക്ക് നേരെ നമ്മുടെ ദൈവം എത്ര പേർ വിശ്വാസത്താൽ ആ വചനത്തെ പിടിച്ച് പ്രാർത്ഥിക്കൂ. ദൈവ പൈതലേ, നിനക്ക് വേണ്ടി നേരിട്ട് ഇറങ്ങുന്നവൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ തടസ്സം സൃഷ്ടിച്ചാലും ദൈവം നേരിട്ട് ഇറങ്ങേണ്ട സ്ഥാനത്ത് അവൻ ഇറങ്ങുക തന്നെ ചെയ്യും. ഞാൻ വേഗം നിർത്താനായിട്ട് ആഗ്രഹിക്കുക, സമയം പോയല്ലോ. ശ്രദ്ധിച്ച്, ദൈവം ദൂതനെ ഇറക്കി പ്രവർത്തിക്കുന്ന സംഭവങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട്.
ദൈവം നേരിട്ടിറങ്ങി വരുന്ന പ്രവർത്തിക്കുന്ന സംഭവമുണ്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി. ഇനി ശ്രദ്ധിക്കുക, അതേസമയം ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി വേറെ ചിലരെ എഴുന്നേൽപ്പിക്കുന്ന സംഭവമുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിനക്ക് അർഹതപ്പെട്ട പ്രമോഷൻ തടയുന്ന ശക്തികളെ മാറ്റി നിനക്ക് വേണ്ടി അനുകൂലമായി സംസാരിപ്പാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുന്നവനാ. സ്തോത്രം. നമുക്ക് അതിനുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം ഒന്ന് വായിക്കാം. സ്തോത്രം. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. രാത്രി രാജാവിന് ഉറക്കം വരാകയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം ശ്രദ്ധിച്ചേ. എന്നാ രാജാവിന് ഉറക്കം വരാതെ പോയ? ദൈവം തമ്പുരാൻ ഉറക്കം കെടുത്തിയതാ. ആർക്കു വേണ്ടി? തൻ്റെ ദാസനായ മൊർദെഖായിക്ക് വേണ്ടി. പടിപ്പുരവാതിക്കൽ ഇരുന്ന് ഉപവസിച്ച് കണ്ണുനീർ തൂകി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മൊർദെഖായിക്ക് വേണ്ടി രാജാവിന്റെ ഉറക്കത്തെ കെടുത്തിയ ദൈവം തമ്പുരാൻ. അവൻ ഉറങ്ങാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. സ്തോത്രം. ദിനവൃത്താന്ത പുസ്തകം എടുപ്പിക്കാൻ പറഞ്ഞു, എടുപ്പിച്ചു, വായിച്ചു. അങ്ങനെ വായിച്ചു വന്നപ്പോഴാണ് മൊർദെഖായിയുടെ വിശേഷം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ എന്തെങ്കിലും ഉപകാരം നമ്മൾ ചെയ്തോ, പ്രതിഫലം കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ക്ഷണന്മാർ പറഞ്ഞു ഇല്ല. അങ്ങനെയെങ്കിൽ ആരവിടെ എന്ന് ചോദിച്ചപ്പോൾ മൊർദെഖായിയെ കഴിവിലേറ്റാനായിട്ട് രണ്ടും കൽപ്പിച്ച് തൻ്റെ ഭാര്യയായ സേരസിന്റെ വാക്ക് കേട്ട് 50 മുഴം ഉയരമുള്ള കഴുമരം ഒരുക്കി അനുവാദം രാജാവിൻ്റെത് വാങ്ങാനായിട്ട് പടിവാതിക്കൽ വന്ന് നിൽക്കുന്ന ഹാമാൻ അവനകത്തേക്ക് കയറി. രാജാവ് ചോദിച്ചു, ഹാമാനെ, രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഹാമാൻ വിചാരിച്ചു എന്നെ അല്ലാതെ വേറെ ആരെയാ ബഹുമാനിക്കുന്നത്? അവർ ഒത്തിരി നമ്പർ ഇട്ടങ്ങ് പറഞ്ഞു ഇന്നതെല്ലാം ചെയ്യണമെന്ന്. ഓക്കെ, നല്ല കാര്യം. ഒരു കാര്യം ചെയ്യ്, നീ ആ പടിപ്പുരവാതിക്കൽ കിടക്കുന്ന മൊർദെഖായി ഉണ്ടല്ലോ, അവന് വേണ്ടി ഇതെല്ലാം ചെയ്തേക്കാൻ പറഞ്ഞു. അവൻ്റെ ചങ്കിനേറ്റ അടിയായി. പ്രിയ ദൈവ പൈതലേ, നിലവിളിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം മറ്റു ചിലരെ എഴുന്നേൽപ്പിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ നിന്റെ തല ഉയർത്തുവാൻ, നിന്നെ മാനിപ്പിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാ. സ്വത്രം. നമുക്ക് വേണ്ടി മറ്റുള്ളവരെ എഴുന്നേൽപ്പിച്ച് സംസാരിപ്പിക്കുന്ന ദൈവം. ആമീൻ. നിനക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ മതിയായവനാ. കേട്ടോ, മതിയായവനാ. ഔദ്യോഗിക മണ്ഡലത്തിൽ മറ്റു പല സ്ഥാനങ്ങളിൽ നിനക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ച് നിനക്ക് അനുകൂലമായി സംസാരിപ്പിക്കാൻ കഴിവുള്ള ദൈവം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. ഒത്തിരി പറയാനുണ്ടെങ്കിലും സമയം ഇവിടെ തീരുകയാണല്ലോ. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് ഒരു വാക്യം കൂടി മോളെ വായിക്കണം. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ മതി. റൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. റൂത്തിന്റെ പുസ്തകം. അതിനവൾ, എന്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതെ ഇരിക്ക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കില്ല എന്ന് മതി. നവോമി റൂത്തിനോട് പറയുക. നമുക്കറിയാം, നവോമി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിഴലായി നിൽക്കുന്നു. റൂത്ത് ദൈവസഭയ്ക്ക് നിഴലായി നിൽക്കുന്നു, നമുക്ക് നിഴലായി നിൽക്കുന്നു. സ്തോത്രം. ബോവസ്, അയാൾ എന്ന് പറഞ്ഞിരിക്കുന്ന ബോവസിനെ കുറിച്ച് ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നിന്റെ കാര്യം
തീർക്കും വരെ നമ്മുടെ കർത്താവ് സ്വസ്ഥമായിരിക്കത്തില്ലെന്ന്. എവിടെ സംസാരിക്കണമോ, എവിടെ ഇറങ്ങി ചെല്ലണമോ, എവിടെ ദൂതരെ ഇറക്കണമോ, എവിടെ ജീവിതങ്ങളെ എഴുന്നേൽപ്പിക്കണമോ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാ. കൈകളെ തട്ടി വായെ തുറന്ന് അധരങ്ങളെ ചലിപ്പിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് ആ വിടുതൽ നമുക്ക് അവകാശമാക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് രോഗസൗഖ്യം സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിസ ലഭിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഔദ്യോഗിക മണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തില് ആമേൻ ആരോഗ്യം സംഭവിക്കട്ടെ. ഇന്ന് ഞങ്ങളത് അവകാശമാക്കുക. ഇന്ന് ഞങ്ങളത് അവകാശമാക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ വിടുതലുകൾ അവകാശമാക്കിയെടുക്കുകയാണ്. Hallelujah, hallelujah. Jesus name, hallelujah. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഇന്നുപകൽ കർത്താവിന്റെ ദാസന്മാരിലൂടെ വിലപ്പെട്ട ദൈവിക ശബ്ദങ്ങൾ ഇന്നുപകൽ കർത്താവ് നമ്മുടെ മധ്യയെ കൈമാറിയല്ലോ. പിന്നെ നാം കേൾപ്പാനിടയായി പെട്ടെന്ന് നമുക്ക് വേണ്ടി ദൈവം ചില ചെയ്യാൻ പോകുകയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ വ്യാകുലപ്പെട്ടു നിന്ന ഒരു കൂട്ടം സഹോദരന്മാർക്ക് വേണ്ടി ആ രാത്രിയെ പേടിക്കാതെ ഇറങ്ങിത്തിരിച്ച, ആ കല്ലിനെ ഭയപ്പെടാതെ ഇറങ്ങിത്തിരിച്ച, പട്ടാളക്കാരെ ഭയപ്പെടാതെ ഇറങ്ങിത്തിരിച്ച ആ ജനത്തിനു വേണ്ടി അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ചില ദൈവിക കരുതലുകൾ ആത്മാവ് ഒരുക്കിയെങ്കിൽ ഈ പകൽ വിശ്വാസത്തോടെ പറയ്, എനിക്ക് വേണ്ടി ഞാൻ ദൈവത്തെ ഏർപ്പെടുമ്പോൾ, അവന്റെ സന്നിധി മുഴങ്കാലം അടക്കുമ്പോൾ ഇതുവരെ കാണാത്ത ചില വിടുതലുകൾ ദൈവം എനിക്കായി ഒരുക്കി തരും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. എല്ലാവരുടെ മേൽ ദൈവത്തിന്റെ കൃപ പകരും. അങ്ങനെ ദാസന്മാരാകുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തെ ഇന്നു പകൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ഈ ജനത്തെ ഇന്നു പകൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ ഈ ജനത്തെ പറഞ്ഞയക്കണമേ. ഈ ആഴ്ച മുഴുവൻ ഈ ജനത്തിന്റെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം നൽകിക്കൊടുത്ത് എല്ലാവിധമായ ആത്മീക കൃപകളും ആത്മീക വരങ്ങളും ആത്മീകമായ കർത്താവേ ദൈവിക സന്ദേശങ്ങളും ആലോചനകളും നൽകി ദൈവജനത്തെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യാത്രകൾ ദൈവം സൂക്ഷിക്കും. കൃപക്കുള്ളി പൊതിയണം. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിന്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസന് ഇപ്പോൾ ആശീർവാദം. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് കരമുയർത്തി സ്തോത്രം പറയാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും പ്രാർത്ഥനയോടത്തെ എല്ലാ വിഷയങ്ങളോടും കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ആഴ്ചയിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമിന്മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ മടങ്ങി വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുവേശു മൂലം ജയം നൽകും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. പ്രൈസ്.